ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പെൻസിൽ ടൂളിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബ്രഷ് ടൂൾ ആയിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പെൻസിൽ ടൂൾ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പെൻസിൽ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബ്രഷ് ടൂൾ നമ്മൾ യൂസ് ചെയ്ത് എന്തിനായിരുന്നു? സോഫ്റ്റ് സ്ട്രോക്സ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു ബ്രഷ് ടൂൾ നമ്മൾ യൂസ് ചെയ്തത്. സോ അപ്പോൾ പെൻസിൽ ടൂൾ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? ഹാൻഡ് ആൻഡ് തിൻ സ്ട്രോക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ പെൻസിൽ ടൂൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ക്രിയേറ്റ് തിൻ ആൻഡ് ഹാൻഡ് സ്ട്രോക്സ്. ബ്രഷും പെൻസിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നിങ്ങൾക്ക് നോർമലി മനസ്സിലാവുക അല്ലെ? നമ്മളിപ്പോൾ എന്തെങ്കിലും പെയിന്റിങ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാനാണ് ബ്രഷ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ വളരെ തിന്നായിട്ടുള്ള ലെറ്ററുകളിലൊക്കെ എഴുതാനും അല്ലെ പെൻസിൽ സ്കെച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പെൻസിൽ ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ആ സെയിം ഡിഫറൻസ് തന്നെയാണ് ഫോട്ടോഷോപ്പിലും ഉള്ളത്. സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്, ബ്രഷ് പോലെ തന്നെയാണ്. സോ ഇവിടെ ഞാൻ പെൻസിൽ ടൂൾ എടുക്കുന്നു. പെൻസിൽ ടൂൾ എടുത്ത ശേഷം എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അത് കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഹാൻഡ് ആൻഡ് തിൻ സ്ട്രോക്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബ്രഷ് ടൂൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം തന്നെ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ റേഡിയസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിന്റെ സൈസ് നിങ്ങൾക്ക് കൂട്ടാം. ഓക്കെ, സൈസ് കൂട്ടി കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ പെൻസിൽ ടൂളും ബ്രഷ് ടൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കി വേണം നിങ്ങൾ ടൂളുകൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ബാക്കി പ്രോപ്പർട്ടി എല്ലാം സെയിം തന്നെ, ബ്രഷ് പോലെ തന്നെ. സൈസ്, ഹാർഡ്നെസ്, അതുപോലെ തന്നെ ആ ഒരു പെൻസിൽ ടൂളിന്റെ റൗണ്ട്നെസ്, റേഡിയസ് എല്ലാം ഇവിടെയുണ്ട്. ബ്രഷ് ടൂൾ പഠിച്ച പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെയൊക്കെ എന്താണ് ഷേപ്പുകളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. അതെല്ലാം ബ്രഷ് ടൂൾ പോലെ തന്നെ സെയിം. ഒപ്പാസിറ്റി ഇവിടെയുണ്ട്, സ്മൂത്തനിങ് ഇവിടെയുണ്ട്, എല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കലി തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബ്രഷ് ടൂൾ പഠിച്ച് അതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഈ ഒരു പെൻസിൽ ടൂളും യൂസ് ചെയ്യുക. ഓക്കെ, നമുക്ക് പെൻസിൽ ടൂളിന്റെ അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓട്ടോ ഇറൈസ് ആണ്. സോ ഓട്ടോ ഇറൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ പെൻസിൽ ടൂൾ വെച്ച് ഒരു സ്ട്രോക്ക് ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഓട്ടോ ഇറൈസ് ടിക്ക് ഓൺ ചെയ്യുന്നു. ഓട്ടോ ഇറൈസ് ടിക്ക് ഓൺ ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നോക്കുക, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഫോർഗ്രൗണ്ട് കളറിന് മുകളിൽ പെയിന്റ് ആവും. നോക്കിയ കേട്ടോ, ഈ കാണുന്ന വൈറ്റ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ഈ ഫോർഗ്രൗണ്ട് കളറിന്റെ മുകളിലേക്ക് അപ്ലൈ ആവും. കണ്ടോ, അതായത് ഇറേസ് ചെയ്യുന്നതിന് തുല്യം തന്നെ. ഓക്കെ, സോ അതാണ് എന്ത് ഓട്ടോ ഇറേസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഓട്ടോ ഇറേസ് ടിക്ക് ഓൺ ചെയ്ത് പെൻസിൽ ടൂൾ എടുത്ത് പുറത്ത് ക്ലിക്ക് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ ഇറേസ് എന്നുള്ളൊരു ഓട്ടോമാറ്റിക് പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ ഇതിന് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓട്ടോ ഇറേസ് ആയിരിക്കില്ല വർക്ക് ആവുന്നത്. അവിടെ എന്താണ് പെൻസിൽ ടൂൾ ആയിരിക്കും നമുക്ക് വർക്ക് ചെയ്ത് കിടുന്നത്. സോ ഓട്ടോ ഇറേസ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓട്ടോ ഇറേസ് ടിക്ക് ഓൺ ചെയ്യുക. അതിന്റെ ശേഷം എന്ത് ചെയ്യുക? ഈ ബ്രഷിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇതുപോലെ നമുക്കിതിനെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇറേസ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പെൻസിൽ ടൂളിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടൂളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.